ഹലോ എവ്രി വൺ, അക്കോർഡിംഗ് ടു ദ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്നത്തെ മെസ്സേജ് എന്താണ് പ്രേക്ഷകർ അറിയേണ്ടത്? ലെറ്റ്സ് സീ എന്താണ് പ്രേക്ഷകർ അറിയേണ്ടത്. ടേക്ക് എ ബ്രേക്ക്, എ ലൈഫ്സ് വർക്ക്, നോട്ട് എ സീസൺ. ഗെറ്റ് ഓഫ് ദ ട്രെഡ്മിൽ. ഐ ബിലീവ് പ്രേക്ഷകർ ഏറെ വർക്ക് ചെയ്യുന്നു, ഏറെ ഹാർഡ് വർക്ക്. ഓക്കെ, അതായത് നിങ്ങൾ ഫിസിക്കലി ഏറെ വീക്കാണ് അല്ലെങ്കിൽ മെൻ്റലി ഏറെ വീക്കാണ്. സോ ഇവിടെ പ്രേക്ഷകരുടെ ഗൈഡ്സ് പറയുന്നത് ദാറ്റ് ബ്രേക്ക് എടുക്കും. ഓക്കെ, നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമാണ്. ഒക്കുമെങ്കിൽ ഓക്കെ, ഐ നോ പല പ്രേക്ഷകർക്കും അവരുടെ വീട് വിട്ട് മാറി നിൽക്കാൻ പറ്റില്ല. പക്ഷെ പറ്റുന്ന പ്രേക്ഷകർ വീടിൽ നിന്ന് ഒരു 2 ദിവസത്തെ ബ്രേക്ക് എടുത്ത് മാറി നിൽക്കൂ, വേറൊരു സ്ഥലത്ത് പോയി നിൽക്കൂ. ഓക്കെ, സംവേർ നിങ്ങളുടെ മെൻ്റൽ ഐ ഫീൽ മെൻ്റലി നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഡ് ആണ്. ഓക്കെ, ആൻഡ് ഈ സ്ട്രെസ് നിങ്ങളുടെ അല്ലാതാകാം. ഓക്കെ, മൈറ്റ് ബി നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്ട്രെസ്സാണ് നിങ്ങൾ എടുക്കുന്നത്. ഓക്കെ, ആൻഡ് അത് നിങ്ങളെ ഫിസിക്കലി ബാധിക്കുന്നുണ്ട്. ചില പ്രേക്ഷകർ ഫിസിക്കലി ഏറെ ടയേർഡാണ്. ഓക്കെ, നിങ്ങൾ ഏറെ വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ ബോഡി പറയുന്നുണ്ട് ദാറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് വേണം, പക്ഷെ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നില്ല. ഓക്കെ, സോ കൈൻഡ്ലി റെസ്റ്റ് എടുക്കൂ. നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത വർക്ക്, ഓക്കെ, ദാറ്റ് ഈസ് ഏത് ജോലി നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റും ആ ജോലി മാറ്റി വെക്കുക. Inner temple, devotion, tune into the portal of your heart. സോ പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ, ഓക്കെ, നിങ്ങളുടെ എന്തൊക്കെ ടെൻഷനാണോ നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉള്ളത് അത് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. അതായത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവാലയങ്ങളിൽ പോകൂ. ഓക്കെ, ദേവാലയങ്ങളിൽ പോകുക ഇൻ ദ സെൻസ് ജസ്റ്റ് അവിടെ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരിക എന്നതല്ല. ദേവാലയങ്ങളിൽ പോയി കുറച്ച് നേരം എവിടെയെങ്കിലും സ്വസ്ഥതയായിട്ട് ഒരിടത്ത് ഇരിക്കും. ഓക്കെ, അവിടുത്തെ ആ എൻവയൺമെൻറ്റ്, അവിടുത്തെ ആ സുഗന്ധം, ഓക്കെ, ആ ഫ്രഷ്നെസ്, അതിനെ ഒന്ന് ആസ്വദിക്കൂ എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നതാണ്. ചില പ്രേക്ഷകർക്ക് ഗാർഡനിൽ പോയാൽ, ദാറ്റ് ഈസ് എവിടെയൊക്കെ പൂക്കളുള്ള ഗാർഡൻ, അവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ്. Dance with life, do something to change your energy. So as I said, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സ്റ്റാഗ്നൻസി, നിങ്ങളുടെ ബ്ലോക്കേജസ്, ഓക്കെ, അത് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യേണ്ടതുണ്ട്. ചില പ്രേക്ഷകർ ലിറ്ററലി ജോലികൾ ചെയ്ത് ടയേർഡാണ്. ചില പ്രേക്ഷകർ ഏറെ ആലോചിച്ച് നിങ്ങൾക്കൊരു വഴി കിട്ടുന്നില്ല നിങ്ങളുടെ പ്രശ്നത്തിന് ഓർ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നത്തിന്. ഓക്കെ, ആൻഡ് അത് ആലോചിച്ച് നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഡ് ആണ്. സോ ഇവിടെ പറയുന്നത് ഇത്തിരി ടൈം എടുക്കും. ഓക്കെ, ഒരു കപ്പ് കോഫി നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടുകാരെ കോൾ ചെയ്ത് വിളിക്കുകയോ അവരോട് സംസാരിച്ച് നിങ്ങൾ കോഫി കുടിക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആരോടാണോ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ഇഷ്ടം വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി സമാധാനം വരുന്നത്, അവരോട് ഇത്തിരി ടൈം ചെലവഴിക്കൂ. ഓക്കെ, ആസ് വെൽ ആസ് ഡാൻസ് ചെയ്യുന്നവരാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫോം ഓഫ് ആർട്ട്, ഓക്കെ, ആർട്ട്, അത് ഡ്രോയിങ് ആകാം, പെയിൻറ്റിങ് ആകാം, മ്യൂസിക് ആകാം, ഏത് ഫോം ആയിക്കോട്ടെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക. കുറച്ച് നേരം നിങ്ങളുടെ എനർജി, ദാറ്റ് ഈസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊന്നും മാറ്റി വേറെ കാര്യങ്ങൾ ചെയ്യൂ എന്നതാണ് പറയുന്നത്. സോ ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർ ഏറെ ബ്ലോക്കേജസ് അനുഭവപ്പെടുന്നുണ്ടാകാം. ഓക്കെ, അതായത് നിങ്ങൾ ഏറെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരുന്നില്ല. ദാറ്റ് ഈസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്തതായിട്ട് വരുന്നില്ല. ലെമൂരിയ,
ക്രിയേറ്റിംഗ് ഹെവൻ ഓൺ എർത്ത്, ഇറ്റ്സ് ഹാപ്പനിങ്. സോ സ്ലോലി നിങ്ങളുടെ കാര്യങ്ങളും നടക്കുന്നതാണ്. ഓക്കെ, സ്ലോലി ബിക്കോസ് സി ഇത്രയും സ്റ്റാഗ്നൻസി, ഓൾറെഡി നിങ്ങൾ ടയേർഡാണ്. ഒരു നല്ല എനർജി വന്നാൽ നിങ്ങളുടെ ബോഡിക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ മൈൻഡിന് അത് എടുക്കാൻ പറ്റുന്നില്ല. ചില പ്രേക്ഷകർ മെഡിറ്റേഷൻ ചെയ്യുന്നില്ല. ഓക്കെ, അത് വളരെയധികം എഫക്റ്റ് ആകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിന്. ചില പ്രേക്ഷകർ ഒരേ രീതിയിൽ, ദാറ്റ് ഈസ് നിങ്ങളുടെ ഡെസ്ക് ജോബ് ആണെങ്കിൽ നിങ്ങൾ ഒരിടത്ത് തന്നെ ഇരുന്ന് അതേ കാര്യം ചെയ്ത് മടുത്ത് കഴിഞ്ഞു. ഓക്കെ, സോ ആ മടുപ്പ് നിങ്ങളുടെ എനർജി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് നടക്കും. ഓക്കെ, സോ ഇത് കൺഫർമേഷനാണ് ദാറ്റ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. പക്ഷേ അത് പെതുക്കെ നടക്കത്തുള്ളൂ. കാരണം ഇത്രയും ബ്ലോക്കേജസ് കൂടെ ഉള്ളപ്പോൾ കാര്യങ്ങൾ വേഗതയിൽ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചില പ്രേക്ഷകർ ലിറ്റ്ലി ഗൈസ്, നിങ്ങൾക്ക് സ്വിമ്മിങ് അറിയെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് സ്വിം. ഓക്കെ, നിങ്ങൾ വെള്ളത്തിലൊന്ന് മുങ്ങി ആ എനർജി നിങ്ങളുടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യൂ എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് പനി പിടിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പനി പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ആൾക്കാർ പോയിട്ട് വെള്ളത്തിൽ മുങ്ങി കുളിക്കുക എന്നല്ല പറയുന്നത്. ബട്ട് ഇത്രയും ടൈം വെള്ളത്തിൽ നിങ്ങൾ ചിലവഴിക്കൂ. ഓക്കെ, അതായത് നിങ്ങൾ ബീച്ചസിൽ പോകൂ, സ്വിമ്മിങ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ സ്വിമ്മിങ് പൂളിൽ പോകൂ. ഓക്കെ, സ്വിം ചെയ്യൂ. ആൻഡ് അതില്ല, ഒരു ഗ്ലാസ് വെള്ളം എടുക്കൂ, വെള്ളത്തിനെ എനർജൈസ് ചെയ്യൂ, നിങ്ങളുടെ അഫർമേഷൻ പറഞ്ഞ് ആൻഡ് അത് കുടിക്കൂ. ഓക്കെ, പക്ഷേ ഇത്തിരി എനർജി ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വിട്ടിറങ്ങേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, വീട്ടിലാണ് നിങ്ങൾ എങ്കിൽ വീട് വിട്ടിറങ്ങേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഒരു 2 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യൂ പറ്റുമെങ്കിൽ. പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ് തരുന്ന ഒരു സ്ഥലത്ത് പോവുക ആൻഡ് എൻജോയ് ചെയ്യുക. സി 5 of Pentacles, Justice, Judgment, ഓക്കെ, 5 of Cups. 55 എന്ന നമ്പർ കാണുന്ന പ്രേക്ഷകരാണ്. ഓക്കെ, സോ നിങ്ങൾ 55, 555 അല്ലെങ്കിൽ 5 എന്ന നമ്പർ കണ്ടിന്യൂസ്ലി കാണുന്നുണ്ടാകാം. ഇവിടെ സി നല്ല എനർജീസ് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൂടെ നടന്ന അന്യായങ്ങൾക്ക് ന്യായം സംഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജഡ്ജ്മെൻറ്റ് കാർഡാണ്. ദൈവം, നിങ്ങളുടെ ഏഞ്ചൽസ്, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ എനർജി, വിഷമത്തിലുള്ള എനർജി, എനിക്കിത് കിട്ടിയില്ലല്ലോ, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള എനർജി, ഈ എനർജി നിങ്ങളുടെ ജസ്റ്റിസ് ആൻഡ് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്കൊരു വഴി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാകുന്നില്ല, ദാറ്റ്സ് ബിക്കോസ് നിങ്ങളുടെ എനർജി ഡൗൺ ആണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ സമയം കിട്ടുന്നില്ല. മൈറ്റ് ബി നിങ്ങൾ മറ്റാൾക്കാർക്ക് വേണ്ടി ഏറെ ജോലികൾ ചെയ്യുന്നു, ഏറെ സമയം ചിലവാക്കുന്നു, നോയിങ്ലി അല്ല. ഓക്കെ, പക്ഷേ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആകാം. അതിനൊപ്പം തന്നെ ഞാൻ ഈ ഒരു ഫേസിൽ അകപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു ചിന്താഗതിയും ഉണ്ട്. ഓക്കെ, പല പ്രേക്ഷകരും ഇന്ന് അനുഭവിക്കുന്ന ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, അവിടെ നിങ്ങളുടെ തെറ്റല്ല, മറ്റാരുടെയോ തെറ്റ് കാരണം നിങ്ങൾ അനുഭവിക്കുന്നതാകാം. ആൻഡ് ചില പ്രേക്ഷകർ അവരുടെ സ്വന്തം ഡിസിഷൻസ് തെറ്റായി പോയി എന്നുള്ള റിഗ്രറ്റിലാണ്. ഓക്കെ, സോ ഈ എനർജി മാറാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ന്യായം വരുന്നുണ്ട്. ന്യായം, ജസ്റ്റിസ് മനസ്സിലാക്കൂ. എവിടെ നിങ്ങൾക്ക് ഉയർച്ച, ഓക്കെ, എവിടെ നിങ്ങൾക്ക് ഉയർച്ച, നിങ്ങൾക്ക് സംതൃപ്തി, നിങ്ങൾക്ക് ആശ്വാസം, നിങ്ങൾക്ക് റെസ്പെക്റ്റ്. ഓക്കെ, എവിടെ നിങ്ങൾക്ക് തോന്നും യെസ് ഞാൻ ചെയ്തതിൻ്റെ ഫലം എനിക്ക് ലഭിച്ചു, അതാണ് ജസ്റ്റിസ് കാർഡ്. ജഡ്ജ്മെൻറ്റ് കാർഡ് നിങ്ങൾ ഇതുവരെ ചെയ്ത ഹാർഡ് വർക്കിന് തുല്യ റിവാർഡ്. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങൾ എന്ത് ചെയ്തു അതിന് തുല്യമായ നിങ്ങൾക്ക് അപ്രിസിയേഷൻ, നിങ്ങൾക്ക് സൽപ്പേര് ലഭിക്കുക, നിങ്ങൾ അറിയപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഹെൽപ്പ് ചെയ്തു. ഓക്കെ, സപ്പോസ് നിങ്ങൾ ആരെയും ഒത്തിരി ഹെൽപ്പ് ചെയ്തു, ഒത്തിരി സഹായിച്ചു, പക്ഷേ ആ സഹായത്തിന് പകരം
നിങ്ങൾക്ക് ചീറ്റിംഗ് ആണ് ലഭിച്ചത് വിചാരിക്കൂ. ഓക്കെ, സോ നിങ്ങൾ ചെയ്ത സഹായത്തിന് തുല്യമായ സഹായം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാഹചര്യമാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഈ രണ്ട് എനർജി മാറേണ്ടതുണ്ട്. ഓക്കെ, സോ ലെറ്റ് സി 5 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ 5 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന എനർജി മാറാൻ എന്താണ് ചെയ്യേണ്ടത് പ്രേക്ഷകർ? എന്താണ് പ്രേക്ഷകർ ചെയ്യേണ്ടത് 5 ഓഫ് പെൻറ്റിക്കിൾസ് എനർജി മാറാൻ? ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ. ഓൾ റൈറ്റ്. സോ ഇവിടെ പറയുന്നത് 5 ഓഫ് പെൻറ്റിക്കിൾസ്, ദാറ്റ് ഈസ് ഇപ്പോൾ നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണോ, വർക്ക് ലോഡ് കൂടുതലാണോ, മെൻറ്റൽ സ്ട്രെസ് കൂടുതലാണോ, മറ്റാൾക്കാർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയാണോ, നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. സോ അവിടെ ഒരു പാഠം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അത് നിങ്ങൾ പഠിച്ചിട്ടില്ല. എന്താണ് ആ പാഠം? ഓക്കെ, എന്താണ് ആ ലെസൺ? ഓക്കെ, അതെന്താണെന്ന് കണ്ടുപിടിക്കും. ബിക്കോസ് ഈ ഒരു കാര്യം റിപ്പീറ്റേഷനാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഈ ഒരു കാര്യം റെപ്പിറ്റേഷനാണ്. ദാറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഇതേ സെയിം സംഭവം നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഒരു സെറ്റ് ഓഫ് ജോലി ചെയ്യുന്നു, നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പോകുന്നു, അതേസമയം എഗെയിൻ നിങ്ങൾക്ക് അതേ സെയിം സെറ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യവും ആണ് ചില പ്രേക്ഷകർക്ക്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠം പഠിക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്കിത് ചെയ്യേണ്ടി വരുന്നത്. എന്താണ് ആ പാഠം? ചില പ്രേക്ഷകർക്ക് പ്രയോറിറ്റിയാണ്. ഓക്കെ, നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ചില പ്രേക്ഷകർക്ക് അതാണ്. ചില പ്രേക്ഷകർ വളരെ ടഫ് സ്റ്റബേൺ ആണ്. ഞാൻ ഇവിടുന്ന് മാറുകയില്ല, ഈ എനർജിയിൽ നിന്ന് ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഈവൻ തോ എനിക്ക് നല്ലത് വരുന്നുണ്ട്, പക്ഷെ ഞാൻ മറക്കില്ല. ഓക്കെ, ലൈക്ക് ഫോർഗിവ്നെസ് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആൾ എന്നോട് ഇങ്ങനെ ചെയ്തു, ഞാൻ അത് മറക്കില്ല. മറക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട പാഠം പഠിച്ചു എന്ന് നിങ്ങൾ ഒന്ന് ഉറപ്പിച്ചാൽ നിങ്ങളുടെ ഈ ട്രാൻസ്ഫോർമേഷൻ മാറിക്കിട്ടുന്നതാണ്. ഓക്കെ, ബിക്കോസ് ദ നെക്സ്റ്റ് നമ്പർ ഇസ് 4. 4 മീൻസ് ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, 4 മീൻസ് സംതൃപ്തിയാണ്. സോ നിങ്ങളെ പാഠം ഞാൻ പഠിച്ചു എന്നൊന്നും മനസ്സിൽ സങ്കല്പിച്ചാൽ, ഓക്കെ, എന്ത് പാഠമാണോ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഒന്ന് ആലോചിച്ചാൽ നിങ്ങളത് പഠിച്ചെടുത്തു എന്ന് വന്നാൽ ഈ ട്രാൻസ്ഫോർമേഷൻ പീരീഡ് നിൽക്കുന്നതാണ്. 5 of Cups energy. What should they do for 5 of Cups energy? 5 of Cups energy മാറാൻ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, മെൻ്റൽ കോൺഫ്ലിക്റ്റ്. സറണ്ടർ ചെയ്യുക. ഓക്കെ, സറണ്ടർ ചെയ്യൂ. സോ സറണ്ടർ ചെയ്യാൻ പറ്റാത്ത പ്രേക്ഷകർ, ഓക്കെ, ഞാനിത് ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. എൻ്റെ ഈ സിറ്റുവേഷൻ, ഈ റിഗ്രറ്റ്, എനിക്കിത് ഈ സിറ്റുവേഷനിൽ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല. മെൻ്റൽ സ്ട്രെസ്, മെൻ്റൽ ടെൻഷൻ, ഓക്കെ, ഇതിൽ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ സറണ്ടർ ചെയ്യുന്നു. ഓക്കെ, സറണ്ടർ ടു ദ യൂണിവേഴ്സ്. ദൈവത്തിനറിയാം, ദൈവം നോക്കിക്കോളും. ഓക്കെ, നിങ്ങൾ ആ ഒരു വാക്യം ഉറപ്പിച്ചാൽ, ദാറ്റ് ഈസ് എത്ര പ്രാവശ്യം പറയണം? എത്ര പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സംഭവം വരുമ്പോൾ, എന്താണോ നിങ്ങളുടെ ടെൻഷൻ്റെ കാരണം, ആ ടെൻഷൻ നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സ് പറയണം ദൈവം നോക്കിക്കോളും. ഓക്കെ, ആ ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് വരെ നിങ്ങൾ ഈ സിറ്റുവേഷനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ, ഞാൻ സറണ്ടർ ചെയ്യുന്നു, ദൈവം നോക്കിക്കോളും. ഇറ്റ്സ് ഓക്കെ, ഞാൻ സറണ്ടർ ചെയ്യുന്നു, ദൈവം നോക്കിക്കോളും. ക്യാൻ യു ഡു ദാറ്റ്? ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാമോ അത്? പ്ലീസ് ഡു ഇറ്റ്. ഞാൻ പറയുന്നത് വെറുതെ അല്ല. നിങ്ങൾ ഈ ആഫർമേഷൻ കണ്ടിന്യൂസ്ലി ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം വരും, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിത്തുടങ്ങും, നിങ്ങൾ ഈ റിഗ്രറ്റ് മോഡിൽ നിന്ന് വെളിയിലിറങ്ങും. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ ജഡ്ജ്മെൻറ്റ് ആൻഡ് ജസ്റ്റിസ് ലഭിക്കാൻ. ഓക്കെ, ഡു ദാറ്റ്. കമൻറ്റ് സെക്ഷനിൽ എഴുതൂ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ആക്ടിവേറ്റ് എങ്കിലും ചെയ്യൂ. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ എഴുതൂ. ഇറ്റ്സ് ഓക്കെ, എന്ത് സംഭവിച്ചു, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. ഞാൻ സറണ്ടർ ചെയ്യുന്നു, ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു, ഞാൻ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുന്നു, ഞാൻ എൻ്റെ പെർട്ടിക്കുലർ ദൈവം ദേവി ഉണ്ടെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഏഞ്ചൽസിന് വിട്ടുകൊടുക്കുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്,
കമൻറ്റ് സെക്ഷനിൽ അത് എഴുതി ആക്ടിവേറ്റ് ചെയ്യും. നിങ്ങൾ എഴുതുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ആ വാക്യം ആക്ടിവേറ്റ് ആകുന്നതാണ്. ഓൾറൈറ്റ്, ഓക്കെ. സോ ലെറ്റ്സ് സീ ലാസ്റ്റ് ഫ്യൂ മെസ്സേജ്. a time to give rather than take. So meditation വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർക്ക് മെഡിറ്റേറ്റ് ചെയ്യുക. അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണം. യെസ്, ടൈം ഇത്തിരി ഡിഫിക്കൽട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ ഇത്തിരി ഡിഫിക്കൽട്ടാണ്, ഒത്തിരി അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇനിയും കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എല്ലാം നേടാൻ കഴിയുന്നതാണ്. കൺക്ലൂഷൻസ് ആർ വിത്തിൻ റീച്ച്. ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എല്ലാം നേടാൻ കഴിയുന്നതാണ്. ഓക്കെ, സോ നിങ്ങളുടെ മൂൺ എനർജി സ്ട്രെങ്തൻ ആക്കൂ. ഓക്കെ, മൂൺ എനർജി സ്ട്രെങ്തൻ ആക്കാൻ ഏറ്റവും നല്ല ഉപായം either ഫുൾ മൂൺ, ന്യൂ മൂൺ ഓർ സന്ധ്യാസമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ആകാശത്ത് നോക്കി മൂണിനെ നോക്കുക. ആൻഡ് മൂൺ വെളിച്ചത്തിൽ, ഓക്കെ, മൂണിൻ്റെ പ്രകാശത്തിൽ, ചന്ദ്രപ്രകാശത്തിൽ കുറച്ച് നേരം നടക്കുക. ഓക്കെ, നിങ്ങളുടെ ഐ കോണ്ടാക്ട് മൂന്നിൽ വെക്കൂ. ഓക്കെ, ചന്ദ്രനെ നോക്കൂ കുറച്ച് നേരം. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആൻഡ് നിങ്ങളുടെ മൂൺ പ്ലാനറ്റിനെ സ്ട്രെങ്തൻ ആക്കുന്നതാണ്. അതുപോലെ തന്നെ വെള്ളം ഏറെ കുടിക്കൂ. ബിക്കോസ് വെള്ളം നിങ്ങളുടെ മൂൺ എനർജി സ്ട്രെങ്തൻ ആക്കുന്നതാണ്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ. ഓക്കെ, so anything else we should look? Let's see angelic advice. In the near future, whatever you are thinking, അത് നടക്കുന്നതാണ്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ഗോ ആൻഡ് ആസ്ക് ദെം. ഓക്കെ, അവരോട് ഹെൽപ്പ് ചോദിക്കൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ അവരോട് പറയൂ ആൻഡ് ഹെൽപ്പ് ചോദിക്കൂ. അങ്ങനെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല, ദെൻ ഡെഫിനറ്റ്ലി ദൈവങ്ങളുണ്ട്, ഏഞ്ചൽസ് ഉണ്ട്, സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട്. അവരോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയൂ ആൻഡ് ബിലീവ് ദാറ്റ് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉടനെ തന്നെ ഹെൽപ്പ് കിട്ടുന്നതുമാണ്. ഓക്കെ, സോ ഇതാണ് ഗൈസ് ഇന്നത്തെ റീഡിങ്. ആൻഡ് ഡെഫിനറ്റ്ലി ഒരു അർജൻറ്റ് റീഡിങ് ആയിരുന്നു. ഓക്കെ, ഐ ബിലീവ് ഇതേറെ പ്രേക്ഷകർക്ക് റെസനേറ്റ് ആകുന്നതാണ്. കമൻറ്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി എന്നെ എഴുതി അറിയിക്കുക. ഓക്കെ, ആൻഡ് ഹീലിങ്സ് ആസ് വെൽ ആസ് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. സെയിൽസ് ടീമിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ബ്രേസ്ലെറ്റ്സ് ആൻഡ് ക്രിസ്റ്റൽസ് വേണ്ട പ്രേക്ഷകർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. എനർജൈസ് ടർമറിക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. മണി കപ്പ് അവൈലബിൾ ആണ്, സോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, എനർജൈസ് ടർമറിക്കിന് വേണ്ടിയിട്ട് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യേണ്ട നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, മണി കപ്പ്, ബ്രേസ്ലെറ്റ്സ്, ക്രിസ്റ്റൽസ് അതിൻ്റെ സെയിൽസ് ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഡെഫിനറ്റ്ലി എഴുതി അറിയിക്കുക. ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്. മൈറ്റ് ബി റെസ്പോൺസ് തരാൻ ഇത്തിരി വൈകും. ഓക്കെ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.